നമ്മുടെ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ ഉണ്ടാക്കുന്നത് ഒരു റാഗി കൊണ്ട് ഒരു അട പുഴുങ്ങുന്ന രീതിയാണ്. അതിൽ നമ്മൾ ഇഡ്ഡലി പാത്രം വെച്ചിട്ടുണ്ട്, അതിൽ ഒരു തട്ട് വെച്ചിട്ടുണ്ട്. ആ തട്ടിൽ നമ്മൾ റാഗി നേന്ത്രപ്പഴം, പിന്നെ ശർക്കര ഉരുക്കിയത്, നാളികേരം, പിന്നെ കുറച്ച് നട്ട്സൊക്കെ ഇടാം. അണ്ടിപ്പരിപ്പ്, ബദാം പരിപ്പ്, മുന്തിരി തുടങ്ങിയ കാര്യങ്ങളൊക്കെ ഇടാം. പിന്നെ ഇതെല്ലാം കൂടി ചേർത്ത് മിക്സാക്കിയിട്ട് നമ്മൾ ഒരു വാഴയുടെ ഇലയിൽ പരത്തി വെച്ചിരിക്കുകയാണ്. ഇനി പരത്തി വെച്ചിട്ട് ഉണ്ട്. ഇത് നമ്മളിനി വേവിക്കും. ഈ വെള്ളം ഇഡ്ഡലി ചെമ്പിലുണ്ട്. അത് വെള്ളം തിളച്ച് നമ്മളിത് അടച്ചു വയ്ക്കും. അടച്ചു വെച്ചിട്ട് ഒരു 15 മിനിറ്റ് ആവിയിൽ വെന്തതിന് ശേഷം നമ്മൾ എടുക്കും. അപ്പോൾ നല്ലൊരു സൂപ്പർ പോഷകം അടങ്ങിയ ഒരു പലഹാരമായി നമുക്കത് കഴിക്കാം. റാഗി എന്ന് പറഞ്ഞാൽ മില്ലറ്റിൽ പെട്ടതാണ്. അത് കാർഡിയാക്ക് ഡിസീസൊക്കെ കുറയ്ക്കുന്നൊരു സിറിയലാണ്, ധാന്യമാണ് റാഗി. അത് എല്ലാവർക്കും കഴിക്കാം. ഇനി അടയായതിന് ശേഷം കാണിക്കാം. അപ്പോൾ നമ്മൾ നേരത്തെ കാണിച്ച റാഗിയുടെ മേലെ ഒരു ഇലയും കൂടി വെച്ച് കൊടുത്തു. ഇനി നമ്മൾ തീ കത്തിക്കുന്നു, വെള്ളം തിളയ്ക്കുന്നു, 15 മിനിറ്റ് വേവുന്നു. അത് നമ്മൾ ഈ പാത്രം നമ്മൾ അടച്ചു വെച്ച് വേവിക്കുന്നു. ആവിയിൽ നമ്മൾ വേവിച്ചെടുക്കുന്നു അട. ഇതാണ് നമ്മുടെ അട. അപ്പോൾ ഈ അട എല്ലാവരും ഉണ്ടാക്കി നോക്കുക. ഇതിൽ ശർക്കര ഉരുക്കിയത്, നാളികേരം ചരിയത്, റാഗിപ്പൊടി, നട്ട്സുകൾ, അതായത് ബദാം, അണ്ടിപ്പരിപ്പ്, മുന്തിരി, പിന്നെ നേന്ത്രപ്പഴം, അവിൽ, ഇതെല്ലാം ചേർത്ത് ശർക്കര ഉരുക്കിയതെല്ലാം ചേർത്ത് മിക്സാക്കി നമ്മൾ ഉണ്ടാക്കി ഈ ഒരു അടയാണിത്. നല്ല പോഷകമുള്ള അടയാണ്. ഈ അട കുട്ടികൾ മുതൽ വലിയവർക്കെല്ലാം കഴിക്കാം. അപ്പോൾ ഈ അട ഉണ്ടാക്കുന്നതാണ് നമ്മൾ നേരത്തെ പറഞ്ഞത്. ഇഡ്ഡലി ചെമ്പിൽ തട്ടിൽ വെച്ച് ആവിയിൽ 15 മിനിറ്റ് നേരം നമ്മൾ വേവിച്ചെടുത്ത് കിട്ടുന്ന അടയാണിത്. ടേസ്റ്റുള്ള അടയാണ്, നല്ല രുചികരമായ അടയാണ്, കാണാൻ നല്ല ചന്തമുള്ള അടയാണ്. അപ്പോൾ ഈ അട എല്ലാവരും ട്രൈ ചെയ്യുക. കുട്ടികൾക്ക് ഉണ്ടാക്കി കൊടുക്കുക, വലിയവർക്കും കഴിക്കാം. 4 മണിക്ക് രാവിലെയൊക്കെ കഴിക്കാം. സൂപ്പറാണ് സംഭവം. അടുത്ത വീഡിയോയിൽ വരുന്നവരെ എല്ലാവർക്കും ടാറ്റ, ബൈ ബൈ.